ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എംകോം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ സിംപ്ലി ഒരു കമ്പനീനെ ബെറ്റർ വേയിൽ ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് സിസ്റ്റംസ്, റൂൾസ് ഓർ പ്രാക്ടീസസിനൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ മെയിൻ എയിം ഓർ ഗോൾ എന്ന് പറയുമ്പോൾ ensure that company's management acts in the best interest of all stakeholders. അതായത് കമ്പനിക്ക് ഉണ്ടാവുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ലൈക്ക് ഷെയർ ഹോൾഡേഴ്സ്, മാനേജ്മെന്റ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഫൈനാൻഷ്യൽസ്, അത്തരത്തിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഒക്കെ പൂർണ്ണമായിട്ടും വരുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക എന്നുള്ളത് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു ഭാഗമാണ്. ഇനി കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, ലൈക്ക് നമുക്ക് USA ആൻഡ് UK അവിടെയെല്ലാം കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും ദെൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഇവല്യൂഷൻ എന്നുള്ളതും നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഡെവലപ്മെന്റ് ഇൻ USA ആക്ച്വലി ഒരു 5 സ്റ്റേജസ് പോലെ അല്ലെങ്കിൽ 5 ഇയേഴ്സിലാണ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ മെയിൻ ഡെവലപ്മെന്റ്സ് നടന്നിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് 1977 ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് ആണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഇന്റേണൽ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോളിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, മെയിൻ്റനൻസ് ആൻഡ് റിവ്യൂ സിസ്റ്റംസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് സ്പെസിഫിക് പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ള ഡെവലപ്മെന്റ്. 1979 US സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ വന്നു. US സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് അതിന്റെ റിപ്പോർട്ടിംഗ് ഒക്കെ ഒരു മാൻഡാറ്ററി ആക്കി നിർബന്ധമാക്കി കൊണ്ടുവരാണ് US സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ 1979 വന്നിട്ടുള്ളത്. ദെൻ 1985 ട്രേഡ്വേ കമ്മീഷൻ ആണ്. ട്രേഡ്വേ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ മിസ്റെപ്രസെന്റേഷൻസ് ഒക്കെ വരുമ്പോൾ അതിന്റെ കോസസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവരിക അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രേഡ്വേ കമ്മീഷന്റെ എന്താണ് അതിനകത്ത് വരുന്നത്. ദെൻ 1987 ട്രേഡ്വേ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. Published reports on the effectiveness of internal control. Internal control effectiveness ആയിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ട്രേഡ്വേ റിപ്പോർട്ട്. 1992 COSO issued internal control integrated framework. COSO എന്ന് പറയുമ്പോൾ കമ്മിറ്റി ഓഫ് സ്പോൺസറിംഗ് ഓർഗനൈസേഷൻസ് ആണ്. The Treadway Commission issued internal control integrated framework. It is a framework to help businesses and other entities assess and enhance internal control systems. ബിസിനസ്സുകൾക്കും മറ്റ് എന്റിറ്റീസിനും അവരുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റംസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് ആക്ച്വലി COSO ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിക്കകത്ത് ഇന്റേണലി അവരുടെ കൺട്രോളും മെയിൻ്റനൻസും റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ഇങ്ങനെയാണ് USA കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഡെവലപ്മെന്റ് നടന്നിട്ടുള്ളത്. ഇനി UK വരുമ്പോൾ മെയിൻലി 2 റിപ്പോർട്ട്സ് ആണ് വരുന്നത്, കാഡ്ബറി റിപ്പോർട്ടും ഹാൻഡൽ റിപ്പോർട്ടും. 1992 കാഡ്ബറി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. സർ അഡ്രിയൻ കാഡ്ബറി മെയ് 1991 അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിലാണ് കാഡ്ബറി കമ്മിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ അവര് ഓൾമോസ്റ്റ് ഒരു 1992 ഡിസംബറോടെയാണ് കാഡ്ബറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടാണ് കാഡ്ബറി റിപ്പോർട്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് കാഡ്ബറി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ കാഡ്ബറി കമ്മിറ്റിന്റെ ഫൈൻഡിങ്സ് ഒക്കെ ദി ഇൻകോർപ്പറേറ്റഡ് ഇറ്റ് ഇൻ ദ കോഡ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസസ് ഓൺ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഓഫ് ദ റിപ്പോർട്ട് ആൻഡ് അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കാഡ്ബറി റിപ്പോർട്ടും എന്താണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ലിസ്റ്റിംഗ് റൂൾസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാഡ്ബറി റിപ്പോർട്ടിന്റെ ഒരു ഐഡിയ. 1995 ഹാൻബൽ റിപ്പോർട്ട് വരുന്നത്. ഹാൻബൽ കമ്മിറ്റിയാണ് അത് നവംബർ 1995 ഒരു കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഹൈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻഹാൻസ് സ്റ്റാൻഡിംഗ് ഓഫ് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ ദ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ദെൻ കമ്മിറ്റിന്റെ മെയിൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ദ കാഡ്ബറി റിപ്പോർട്ട് ആൻഡ് recommended
ഈ ഹാമ്പൽ റിപ്പോർട്ടിന്റെ മെയിൻ ഒരു 3 റെക്കമെൻഡേഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഓഡിറ്റേഴ്സ് ഇന്റേണൽ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറക്ടേഴ്സിനെ പ്രൈവറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ ഹാമ്പർ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ഡയറക്ടേഴ്സ് അവര് കൺട്രോൾസ് മെയിൻറ്റെയിൻ ആൻഡ് റിവ്യൂ ഓൾ കൺട്രോൾസ്, അതായത് ഫിനാൻഷ്യൽ ആസ്പെക്ട് മാത്രമല്ല അല്ലാത്ത എല്ലാ കൺട്രോൾസും ഈ ഡയറക്ടേഴ്സ് മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് വന്നിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓൾറെഡി ഒരു ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഇല്ലാത്ത കമ്പനീസ് ആണെങ്കിൽ അവർ ടൈം ടു ടൈം ഇങ്ങനെ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് ടൈം ടു ടൈം അവർ റിവ്യൂ ചെയ്യണം, അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ USA-ലും UK-ലെയും ഡെവലപ്മെന്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു ഇവല്യൂഷൻ എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് നോക്കുമ്പോൾ രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രീ ലിബറലൈസേഷൻ പീരീഡിലെ കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെയായിരുന്നു, പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പ്രീ ലിബറലൈസേഷൻ പീരീഡിലാകുമ്പോൾ കമ്പനീസ് ആക്ട് 1956, അതുപോലെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956, ഫാക്ടറീസ് ആക്ട് 1948, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956, ഇതൊക്കെയാണ് പ്രീ ലിബറലൈസേഷൻ പീരീഡിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഇവല്യൂഷനിൽ വരുന്നത്. ദെൻ പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിലേക്ക് വരുമ്പോൾ സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992, സെബി നമുക്കറിയാം നമ്മുടെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് സെക്കൻഡറി മാർക്കറ്റ് അതിന്റെ പ്രൈമറി റെഗുലേറ്ററി അതോറിറ്റി ആണ് സെബി ആക്ട് 1992 പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിൽ വന്നിട്ടുള്ളതാണ്. ദെൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII ഇനീഷ്യേറ്റീവ്സ് വന്നിട്ടുണ്ട്. അതായത് 1998 CII ഒരു വോളണ്ടറി കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇത് പ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എംഫസൈസ് ചെയ്യുന്നത് നമ്മുടെ റിപ്പോർട്ടിങ്ങിലൊക്കെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ എത്തിക്കൽ കണ്ടക്ട് ഒക്കെയാണ് ഈ ഒരു CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഇനീഷ്യേറ്റീവ്സും മുന്നോട്ട് വെച്ചിട്ടുള്ള മെയിൻ ആശയങ്ങൾ വരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ക്ലോസ് 49. ക്ലോസ് 49 എന്ന് പറയുമ്പോൾ 1999 കുമാരമംഗലം ബിർള അവരുടെ നേതൃത്വത്തിലുള്ള കുമാരമംഗലം ബിർള കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റി കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതായിരുന്നു നമ്മുടെ ലിസ്റ്റിംഗ് എഗ്രിമെന്റ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന്റെ ലിസ്റ്റിംഗ് എഗ്രിമെന്റ്സിൽ ക്ലോസ് 49 ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. സോ ഈ ക്ലോസ് 49 1999 സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തു ആസ് എ റെസ്പോൺസ് ടു നീഡ് ഫോർ എൻഹാൻസിങ്. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഷെയർ ഹോൾഡർ പ്രൊട്ടക്ഷൻ ഒക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ക്ലോസ് 49 ഒരു ലക്ഷ്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മൂർത്തി കമ്മിറ്റിയാണ്. ഇത് NR നാരായണ മൂർത്തി 2003 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് മൂർത്തി കമ്മിറ്റി. ഓക്കെ, ദെൻ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ സിംപ്ലി ആൻഡ് ഇറ്റ് മെയ്ഡ് റെക്കമെൻഡേഷൻ ടു സ്ട്രെങ്തൻ ദ ഇൻഡിപെൻഡൻസ് ഓർ എഫക്റ്റീവ്നെസ് ഓഫ് ബോർഡ്സ്, ഇംപ്രൂവ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ്, എൻഹാൻസ് ഡിസ്ക്ലോഷർ, പ്രൊമോട്ട് എത്തിക്കൽ കണ്ടക്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മൂർത്തി കമ്മിറ്റിയും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ്. പിന്നെ ഒന്നും കൂടി വരുന്നുണ്ട് പോസ്റ്റ് ലിബറലൈസേഷനിൽ വോളണ്ടറി ഗൈഡ് ലൈൻസ് 2009 അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഈ വോളണ്ടറി ഗൈഡ് ലൈൻസ് 2009 ഇഷ്യൂ ചെയ്യുന്നത്. ഇതൊരു കോംപ്രഹെൻസീവ് ഫ്രെയിംവർക്ക് ആണ്. എന്താണെന്ന് വെച്ചാൽ കമ്പനീസിന് ഒരു ബെസ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് വോളണ്ടറി ആയിട്ട് സ്വമേധയാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് വോളണ്ടറി ഗൈഡ് ലൈൻസ് 2009 മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിലെ ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഇവല്യൂഷൻ പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ്, അതെന്താന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അതിന്റെ എസെൻഷ്യൽ പില്ലേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഏതൊക്കെയെന്ന് പറയുമ്പോൾ മെയിൻലി 4 എലമെന്റ്സ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിന്. ഫെയർനെസ്, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ഇത് 4 തന്നെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ മെയിൻ ഐഡിയ ആൻഡ് ഇറ്റ്സ് മെയിൻ പില്ലേഴ്സ്, എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ എയിംസ്, ലക്ഷ്യങ്ങൾ, എന്തിനാണ് കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കുമ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്നത്
ഒരു ട്രാൻസ്പെറന്റ് ആൻഡ് എത്തിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രാക്ടീസസ് കൊണ്ടുവരിക. ട്രാൻസ്പെറൻസ് ആയിട്ട് എത്തിക്കൽ ആയിട്ടുള്ള എന്താണ് കൺട്രോളിംഗ് മാനേജ്മെന്റ് ആൻഡ് ഡേ ടു ഡേ വർക്കിംഗ്സ് പോലും കമ്പനിക്കകത്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഗോൾസും ആയിട്ട് ഒരു ബാലൻസ്, വെറും എക്കണോമിക്കലായിട്ട് മാത്രം ഫോക്കസ് ചെയ്യാതെ സോഷ്യൽ ആസ്പെക്റ്റും കൂടി, എത്തിക്കലി സോഷ്യലി മോറലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഓർഗനൈസേഷൻസിനകത്ത് കൊണ്ടുവരിക. ദെൻ കൂടുതലും ബിസിനസ് പ്രാക്ടീസസ് വാല്യൂ ഡ്രിവൺ ആക്കുക, വെറും പ്രോഫിറ്റ് ഡ്രിവൺ മാത്രമാക്കാതെ വാല്യൂ ഡ്രിവൺ പ്രാക്ടീസസ് കൊണ്ടുവരിക എന്നുള്ളതും. മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിനൊക്കെ പകരമായിട്ട് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ്, വെറും സ്വച്ഛാധിപത്യം മാത്രമല്ലാതെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ എല്ലാവരെയും കൂടെ പങ്കാളിത്തപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുവരാന്നുള്ളതും ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നുണ്ട്. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാം. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സെൻസ് ഓർഗനൈസേഷനകത്ത്, ഓർഗനൈസേഷൻ കൾച്ചറിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളത്. റിസ്ക് മാനേജ്മെന്റ്, കറപ്ഷൻ, മറ്റ് ഫ്രോഡ്സും കാര്യങ്ങളെല്ലാം മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് മാക്സിമം ഇല്ലാണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ലക്ഷ്യങ്ങളായിട്ട്, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ വരുന്നത്. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാം നോക്കുമ്പോൾ റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ടൈംലി ഇൻഫർമേഷൻ, ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ്, ദെൻ റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതൊക്കെ എന്താ ഒരു ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത്. ദെൻ അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കുമ്പോൾ കോർപ്പറേറ്റ് പെർഫോമൻസ്, അത് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ ട്രസ്റ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഒരു ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ബെറ്റർ ആക്സസ് കിട്ടുമ്പോൾ നമുക്കൊരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ സാധ്യമാക്കുന്നുണ്ട്. കറപ്ഷൻ ഒക്കെ മാക്സിമം ഇല്ലാതാക്കാൻ പറ്റും. ദെൻ നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് കൂടുമ്പോൾ നമുക്ക് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ നമുക്ക് ഫിനാൻസ് ഈസിലി അവൈലബിൾ ആവുന്ന രീതിയിൽ വരും. അതുപോലെ തന്നെ എന്റർപ്രൈസിന്റെ വാല്യുവേഷൻ, ഗുഡ്വിൽ ഒക്കെ കൂടിയിട്ട് നമുക്ക് വാല്യുവേഷൻ കൂട്ടാൻ പറ്റും. ദെൻ കോർപ്പറേറ്റ് ക്രൈസിസ് ആൻഡ് സ്കാൻഡൽസ്, മറ്റു പ്രതിസന്ധികളും അഴിമതികളൊക്കെ മാക്സിമം ഇല്ലാതാക്കാൻ പറ്റും റിസ്ക് മാനേജ്മെന്റിലൂടെ. ദെൻ അക്കൗണ്ടബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് വഴി അക്കൗണ്ടബിലിറ്റി സാധ്യമാക്കും. ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിന് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസിലെ കീ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ആക്ച്വലി നമ്മൾ കുമാരമംഗലം ബിർള കമ്മിറ്റിക്ക് ഏറ്റവും എംഫസൈസ് ചെയ്തിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു ഇൻഡിപെൻഡന്റ് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ്. പക്ഷെ ഇതിപ്പോഴും ഒരു സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പലപ്പോഴും അവർക്ക് എന്താണ് എത്തിക്കലി അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഇപ്പോഴും പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു അവസ്ഥയിൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത് കംപ്ലീറ്റ്ലി സാധ്യമായിട്ടില്ല. ദെൻ റോൾ ഓഫ് പ്രൊമോട്ടർ ഓർ ഫൗണ്ടർ, അതൊരു പ്രശ്നമാണ്. റോള് ഒരു പ്രശ്നമല്ല, പക്ഷെ ഈ ഫൗണ്ടേഴ്സ് ഓർ പ്രൊമോട്ടേഴ്സ് കൂടുതലായിട്ടും ബിസിനസ് ആക്ടിവിറ്റീസിൽ മാനേജ്മെന്റിലൊക്കെ ഇടപെടുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരെ അനുസരിക്കേണ്ടി വരും. എസ്പെഷ്യലി ബിസിനസ്, ഈ ഫാമിലി ഓൺഡ് ബിസിനസ്സിലൊക്കെ ഫൗണ്ടേഴ്സ് അവരുടെ പ്രൊമോട്ടേഴ്സ് ഒക്കെ കൂടുതലായിട്ട് അതിന്റെ അഫയേഴ്സിൽ ഇടപെടുന്നത് വഴി പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലൈക്ക് നമ്മുടെ ബോർഡിൽ ഒരു ഓർഗനൈസേഷന്റെ, ഒരു കമ്പനീന്റെ ഒരു ബോർഡ് മെമ്പർ ആ ഒരു ഓർഗനൈസേഷനായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന മറ്റൊരു കമ്പനിയിലെ ഷെയർസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരില്ലേ? മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു ഡൗട്ട് പോലും വരാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. ഇൻ ദാറ്റ് കേസ് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിന് സാധ്യതയുണ്ട്. ദെൻ ട്രാൻസ്പെറൻസിയും, കോർപ്പറേറ്റ്സ് ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരുത്തണം എന്നുള്ളത് ഒരു നിയമമാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു മെയിൻ ഐഡിയ ആണെങ്കിൽ പോലും അതിലും പല പ്രശ്നങ്ങൾ വരാനുള്ള ടെൻഡൻസീസ് ഉണ്ട്. ആൻഡ് അതും ഒരു കോർപ്പറേറ്റ് ഗവേണൻസിലെ ഇഷ്യൂ ആണ്. ദെൻ എക്സിക്യൂട്ടീവ് കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ഈ സീനിയർ എക്സിക്യൂട്ടീവ്സിന്റെ ഒക്കെ കോമ്പൻസേഷന് കറക്റ്റ് ഒരു ബെഞ്ച് മാർക്കൊന്നും ഇല്ലാതെ വരുമ്പോൾ ലൈക്ക് എംപ്ലോയീസിനൊക്കെ ഒരു ചെറിയ വരുമാനം രീതിയിലാവുകയും ചെയ്യും. സീനിയർ എക്സിക്യൂട്ടീവ്സിനൊക്കെ കൂടുതൽ ബേസിക് സാലറി തന്നെ ഒരുപാട് കൊടുക്കും. പിന്നെ മറ്റ് അലവൻസും പെർക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ അവിടെ ഒരു എന്താണ് ഇൻട്രസ്റ്റിന് ഒരു കോൺഫ്ലിക്ട് വരും. എക്സിക്യൂട്ടീവ് കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ട് അതും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ദെൻ അസിമെട്രി ഓഫ് ഇൻഫർമേഷൻ, ഒരുപാട്
സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവുമ്പോൾ കമ്പനിക്ക് അകത്തും പുറത്തൊക്കെ ആയിട്ട് ഉണ്ടാവുമ്പോൾ ചിലർക്ക് ഫാസ്റ്റ് ആൻഡ് ബെറ്റർ ആക്സസ് ടു ലൈക്ക് സീക്രട്ട് ഇൻഫർമേഷൻ ഒക്കെ ഇൻസൈഡേഴ്സിന് കൂടുതൽ എന്താണ് ആക്സസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒക്കെ ആണെങ്കിൽ പ്രത്യേകം കിട്ടുമ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് അത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അസിമെട്രി ഓഫ് ഇൻഫർമേഷനും ഒരു പ്രശ്നമാണ്. അപ്പോൾ ദെൻ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സും അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവും. കൂടുതലും കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒരു ടീം ഓഫ് പീപ്പിളിന്റെ അടുത്തും പിന്നെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്. അപ്പൊ അവര് തമ്മിലുള്ള കോൺഫ്ലിക്ട്സും ഒരു കാരണമായിട്ട് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന പ്രശ്നങ്ങൾ. ഇനി ഇത്തരത്തില് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഒരു വീക്ക് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ആണ് ഒരു കമ്പനിക്ക് അകത്തുന്നുണ്ടെങ്കിൽ അതിനെ ചൊല്ലി എന്തെല്ലാം പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ലോസ് ഓഫ് ഷെയർ ഹോൾഡർ കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് കാഴ്ചവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ല മറ്റ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ട്രസ്റ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ പെർഫോമൻസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് വരും. ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ക്ലോഷർ ഇത്തരത്തില്. അതുപോലെ തന്നെ ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ലോസ് ഓഫ് സപ്പോർട്ട് ഫ്രം സപ്ലയേഴ്സ്, അത്തരത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു വീക്ക് ഗവേണൻസ് മൂലം വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ റെഗുലേറ്റേഴ്സിന്റെ അറ്റൻഷൻ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്ന വീക്ക് കോർപ്പറേറ്റ് ഗവേണൻസ് ആവുമ്പോൾ ലൈക്ക് കൂടുതൽ മാൽ പ്രാക്ടീസസും ഫ്രോഡ്സ് ഒക്കെ നടത്തുമ്പോൾ ലോ എൻഫോഴ്സിംഗ് ബോഡീസ് അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സ് കൂടുതലായിട്ട് ഈ ഒരു കമ്പനിയെ ഫോക്കസ് ചെയ്യാനും ശ്രദ്ധിക്കാനും അത് കാരണമാകും. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നല്ല രീതിയിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക് റിസ്ക് മാനേജ്മെന്റ് ആണ്. റിസ്ക് മാനേജ്മെന്റ് സിംപ്ലി അറിയുമ്പോൾ നമ്മള് റിസ്ക്സ് ഐഡന്റിഫൈ ചെയ്യുക, അസസ് ചെയ്യാനായിട്ട് ഓരോ റിസ്കിനെയും പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അത് മാക്സിമം മിനിമൈസ് ചെയ്യാനും മിറ്റിഗേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് പൊട്ടൻഷ്യൽ മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ റിസ്ക് മാനേജ്മെന്റ് മെയിൻലി വരുന്ന ഒരു 5 സ്റ്റെപ്സ് വഴിയാണ് റിസ്ക് മാനേജ്മെന്റ് സാധ്യമാവുന്നത്. ലൈക്ക് അത് നമ്മൾ റിസ്ക് ഐഡന്റിഫൈ ചെയ്യുന്നു, റിസ്ക് അസസ്മെന്റ് ആൻഡ് മെഷർമെന്റ്, സെലക്ഷൻ ഓഫ് റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ്, then implementation of the technique, and the last one monitoring the technique. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ടെക്നിക്കാണോ വെച്ചിട്ടുള്ളത് അതിന്റെ ഫോളോ അപ്പ് മോണിറ്ററിംഗ് എന്നുള്ളതാണ് ഫൈനൽ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോർപ്പറേറ്റ് സ്കാൻഡൽസ് ആണ് നമ്മൾ ലോക ശ്രദ്ധ നേടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്കാൻഡൽസ്, അഴിമതികൾ, കോർപ്പറേറ്റ് സ്കാൻഡൽസ്. ഈ അഴിമതികളിൽ നിന്നാണ് പലപ്പോഴും ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ മാൻഡാറ്ററി റിക്വയർമെന്റ്സും റെഗുലേഷൻസും ലോസ് ഒക്കെ വന്നിട്ടുള്ളത് തന്നെ കുറെ സ്കാൻഡൽസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എൻറോൺ സ്കാൻഡൽ 2001 ഉണ്ടായിട്ടുള്ളത്. ഒരു എനർജി കമ്പനി ആയിരുന്നു എൻറോൺ. ഇവിടെ അക്കൗണ്ടിങ് ഫ്രോഡും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരുപാട് ഡെപ്റ്റ്സ് അവര് പ്രോഫിറ്റ് ഒക്കെ ഇൻഫ്ലേറ്റ് ചെയ്ത് കൂട്ടി കാണിച്ചാണ്ടൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുവഴി കമ്പനി പൂർണ്ണമായിട്ടും ബാങ്ക്രപ്സിയും അതുപോലെ തന്നെ ഒരുപാട് തൗസൻഡ്സ് ഓഫ് പീപ്പിളിന്റെ ജോബ് ഒക്കെ നഷ്ടമായിട്ടുണ്ട് എൻറോൺ സ്കാൻഡലില്. ദെൻ വേൾഡ്കോം സ്കാൻഡൽ 2002 നടന്നു. അതൊരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്. ഇവിടെയും അക്കൗണ്ടിങ് ഫ്രോഡും അതുപോലെ തന്നെ അസറ്റ്സും പ്രോഫിറ്റ് ഒക്കെ ഇങ്ങനെ കൂട്ടി കാണിച്ചുകൊണ്ട് അവരങ്ങനെ ഫ്രോഡ്സ് നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോപ്പ് എക്സിക്യൂട്ടീവ്സിനൊക്കെ ഒരുപാട് ലീഗൽ കൺവിക്ഷൻസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. ദെൻ അതുപോലെ വേറെ കുറെ വോക്സ് വാഗൺ ഉണ്ട് 2015, വെൽസ് ഫാർഗോ അക്കൗണ്ട് ഫ്രോഡ് 2016 വന്നിട്ടുണ്ട്. തെരാനോ സ്കാൻഡൽ 2016, ഒരുപാട് സ്കാൻഡൽസ് ഉണ്ട്. ദെൻ അതിൽ മറ്റേ നമ്മുടെ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് സത്യം കമ്പ്യൂട്ടർ സർവീസസ് സ്കാൻഡൽ 2009. ഇന്ത്യയിലുള്ള സത്യം കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ ആക്ച്വലി ഈ സ്കാൻഡൽ പുറത്തു വരുന്നത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടല്ല, അതിലെ ചെയർമാനായിട്ടുള്ള രാമലിംഗ രാജു എന്ന് പറയുന്ന ആള് കൺഫസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അവര് കുറ്റസമ്മതം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് പബ്ലിക്കിനടുത്ത്. അതായത് അവരിങ്ങനെ കുറെ മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ്സ് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടാണ് സെവറൽ ഇയേഴ്സ് ആയിട്ട് അത്രയും പ്രോഫിറ്റ്സ് കൂട്ടിക്കാഴ്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങള് ഇത്രയും കാലം പോയത് എന്നുള്ള കാര്യം രാമലിംഗരാജു തന്നെയാണ് കൺഫസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 1.5 ബില്യണോളം ഫ്രോഡാണ് അവിടെ നടന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ കംപ്ലീറ്റ് കൊളാപ്സിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. രാജു ഉൾപ്പെടെ മറ്റു കീ എക്സിക്യൂട്ടീവ്സിനൊക്കെ അറസ്റ്റ് ചെയ്യുന്ന അതുവരെയൊക്കെ ഈ ഒരു സ്കാൻഡലിൽ പോയിട്ടുണ്ട്.
ദെൻ നീരവ് മോദി PNB സ്കാം 2018 ഉണ്ട്. അതുപോലെ തന്നെ IL&FS ഫിനാൻഷ്യൽ സർവീസ് സ്കാൻഡൽ 2018. അത്തരം ഒരുപാട് സ്കാൻഡൽസ് ഇനിയും ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്കാൻഡൽസ് ഉണ്ടെങ്കിൽ ഒരു ബേസിക് ഐഡിയ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. നെക്സ്റ്റ് വരുന്നത് വിസിൽ ബ്ലോയിങ് ആണ്. വിസിൽ ബ്ലോയിങ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്കകത്ത് അവിടുത്തെ എംപ്ലോയീസിന് അല്ലെങ്കിൽ മറ്റ് ഇൻസൈഡേഴ്സിനൊക്കെ കമ്പനിയിൽ എന്തെങ്കിലും റോങ് ഡൂയിങ്സ്, എന്തെങ്കിലും ഫ്രോഡ്സ്, മാൽ പ്രാക്ടീസസ് നടക്കുമ്പോൾ അത് കൺസേൺഡ് അതോറിറ്റിനോട് അല്ലെങ്കിൽ പബ്ലിക്കിനകത്ത് അത് എന്താണ് എക്സ്പ്രസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് വിളിച്ച് പറയാനുള്ള ഒരു മെക്കാനിസം ആണ് ആക്ച്വലി വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. വിസിൽ ബ്ലോയിങ്ങിന്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഫീച്ചേഴ്സ് പറയുമ്പോൾ അവിടെ ഒരു റിയൽ ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിസിൽ ബ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ തന്നെ ഈ റോങ് ഡൂയിങ്ങിനെതിരായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. ദെൻ വിസിൽ ബ്ലോ ചെയ്യുമ്പോൾ അതൊരു മോറൽ മോട്ടീവ് അല്ലെങ്കിൽ ഒരു റോങ് ഡൂയിങ്ങിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊന്നും ഒരിക്കലും ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഓർഗനൈസേഷന് മൊത്തത്തിനെതിരെ, മാനേജ്മെന്റിനെതിരെ ഒന്നും ഒരാൾക്ക് ഇൻസൈഡറിന് വിസിൽ ബ്ലോ ചെയ്യാൻ പറ്റൂല. അങ്ങനെ പേഴ്സണലി ഇഷ്യൂസിനൊന്നും വേണ്ടിയിട്ട് ഒരു മോറൽ മോട്ടീവ് അല്ലെങ്കിൽ റോങ് ഡൂയിങ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ മസ്റ്റ് ബി ക്ലിയർ ടു ഹും ദ വിസിൽ റിഗാർഡിംഗ് റോങ് ഡൂയിങ്. ആർക്കെതിരെയാണെന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. വെറുതെ ഇങ്ങനെ ഗോസിപ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വ്യക്തവും കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടിയുള്ള ആർക്കെതിരെ എന്നുള്ള കാര്യങ്ങളൊക്കെ വിസിൽ ബ്ലോയിങ്ങിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ദെൻ വിസിൽ ബ്ലോയിങ്ങിന്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഫ്രോഡ്സും കറപ്ഷനും മറ്റ് മിസ്കണ്ടക്ട്സുകളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അല്ലെങ്കിൽ മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസിൽ ബ്ലോയിങ് മെക്കാനിസം ഹെൽപ്ഫുൾ ആണ്. ദെൻ എൻകറേജ് എ കൾച്ചർ ഓഫ് എത്തിക്കൽ ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു വിസിൽ ബ്ലോയിങ് മെക്കാനിസം അവിടെ നിലവിലുണ്ടാകും, എല്ലാവരും ഒന്ന് ബിവെയർ ആവും, എല്ലാവരും ജാഗ്രതരായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഒരു പ്രശ്നം നമുക്കെതിരെ വരാതിരിക്കട്ടെ എന്ന് കഴിഞ്ഞിട്ട് മാക്സിമം എത്തിക്കൽ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കും എന്നുള്ള കാര്യം ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. Then whistleblowing can lead to positive societal changes as it empowers individuals. അത് ഇൻഡിവിജ്വൽസിനെ അവർക്ക് എന്താണ് സ്വമേധയാ മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു റോങ് ഡൂയിങ്സിനെതിരെ ശബ്ദമുയർത്താനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അതൊരു സൊസൈറ്റൽ ചേഞ്ചസ്, ഒരു പോസിറ്റീവ് സൊസൈറ്റൽ ചേഞ്ചസിനും അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിസിൽ ബ്ലോയിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. വിസിൽ ബ്ലോയിങ്ങിന്റെ കോസസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടൊക്കെ ആവും വിസിൽ ബ്ലോയിങ്ങിന് വേണ്ടി വരിക? ലൈക്ക് ഒഫീഷ്യൽ ഫണ്ട്സ് ഒക്കെ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുമ്പോൾ, ഒഫീഷ്യൽ പവർ ഒക്കെ പ്രൈവറ്റ് ഗെയിമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഏജ്, സെക്സ് ഓർ റേസ് ഒക്കെ വെച്ചിട്ട് ഡിസ്ക്രിമിനേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, മറ്റു രീതിയിലുള്ള കറപ്ഷൻസ്, അഴിമതികൾ, റെഡ് ടാപ്പസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ദെൻ ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസും കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യും ഇങ്ങനെ പബ്ലിക് പ്രോപ്പർട്ടീസിലോ അങ്ങനെ എവിടെയെങ്കിലും ഡംപ് ചെയ്യുമ്പോഴൊക്കെയുള്ള പ്രശ്നങ്ങൾ, മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുമ്പോൾ, അഡൾട്രേഷൻ, സെക്ഷൽ ഹരാസ്മെന്റ്, മൊണോപോളിസ്റ്റിക് പ്രൈസ് റിഗിങ്, അതുപോലെ തന്നെ ഒഫീഷ്യൽ ഫണ്ട്സ് ഒക്കെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് അവിടെ ഒരു വിസിൽ ബ്ലോയിങ് വരുന്നത്. ലൈക്ക് വിസിൽ ബ്ലോയിങ്ങിന്റെ കോസസ് ആയിട്ട് വരുന്നതാണ് ഇവയെല്ലാം. നെക്സ്റ്റ് പറയുന്നത് ടെക്നോളജി ആൻഡ് ഇൻഫോർമേഷൻ ഗവേണൻസ് ആണ്. ഇൻഫോർമേഷൻ ഗവേണൻസ് പറയുമ്പോൾ ലൈക്ക് ഒരു ഓർഗനൈസേഷന് അകത്ത് അതിന്റെ ഇൻഫോർമേഷൻ, അവർക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. ലൈക്ക് മീൻസ് ആ ഒരു ഇൻഫോർമേഷൻസിലൊക്കെ മാക്സിമം എന്താണ് ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കവർ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഇൻഫോർമേഷൻ ഗവേണൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ ബ്രോഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് കവേഴ്സ് ഓൾ ആസ്പെക്ട് ഓഫ് ഇൻഫോർമേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. It is business, legal and compliance driven. In information governance components പറയുകയാണെങ്കിൽ categorization, information use definition, access management, records management, document handling, information life cycle, secure removal, e-discovery, cyber security, ഇതെല്ലാം എന്താണ് ഇൻഫോർമേഷൻ ഗവേണൻസിന്റെ ഭാഗമായിട്ട് വരുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ ഓർഗനൈസേഷനകത്തുള്ള എല്ലാ ഇൻഫോർമേഷൻസിനെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതും സ്റ്റോർ ചെയ്യുക എന്നുള്ളതും അത് ആവശ്യാനുസരണം റിട്രൈവ് ചെയ്ത് എടുക്കാനുള്ളതും എല്ലാം ഇൻഫോർമേഷൻ ഗവേണൻസിനകത്ത് വരുന്നുണ്ട്. ദെൻ ഇൻഫോർമേഷൻ ഗവേണൻസിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻസ് ഒരു സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഡ്യൂട്ടി ടു അനലൈസ് ദെയർ ഡാറ്റ ആൻഡ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് റിസോഴ്സ് അവൈലബിലിറ്റി, സപ്പോർട്ട് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, പ്രയോറിറ്റൈസ് ആൻഡ് നീഡ്സ്, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ ബെറ്റർ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ
ഇത് നമുക്ക് ഇൻഫർമേഷൻ ഒക്കെ ക്വിക്ലി ആൻഡ് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ഗവേണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then reduce breaches by maintaining the safety and security of information. ഇൻഫർമേഷൻ നമ്മൾ മാനേജ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. റൈറ്റ് പേഴ്സൺസിന് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ട് ഈസി ആയിട്ട് അക്സസ് ചെയ്യാനുള്ള രീതിയിൽ ഇൻഫർമേഷനെ ക്രോഡീകരിച്ച് വെക്കുന്നതാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് കീ കോമ്പണൻസ് ഓഫ് ഇൻഫർമേഷൻ ഗവേണൻസ് ആണ്. കോമ്പണൻസ് പറയുമ്പോൾ ഇൻഫർമേഷൻ മാപ്പിംഗ് ആൻഡ് ഇവല്യൂഷൻ വരുന്നുണ്ട്, റെക്കോർഡ്സ് മാനേജ്മെന്റും നോളജ് മാനേജ്മെന്റും കണ്ടന്റ് മാനേജ്മെന്റും ആണ് വരുന്നത്. നോളജ് മാനേജ്മെന്റ് ആക്ച്വലി നെക്സ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കണ്ടന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ക്രിയേറ്റിംഗ്, ഷെയറിംഗ്, utilizing and managing information held by the organization in order to meet corporate objectives. എന്താണ് നമ്മുടെ കോർപ്പറേറ്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷനെ റൈറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് കണ്ടന്റ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഒരു യൂണിറ്റിൽ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന യൂണിറ്റിൽ പറയാനുള്ളത്. സോ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.